നമ്മുടെ കൂടെ ഇപ്പോൾ ഉള്ളത് ആലത്തൂർ NDA സ്ഥാനാർത്ഥിയായ ഡോക്ടർ TN സരസുവാണ്. അവരിപ്പോൾ വിക്ടോറിയ കോളേജിലാണ് എത്തിയിരിക്കുന്നത്. ഇവിടുത്തെ അധ്യാപികയായിരുന്നു. ഇവിടുത്തെ ആദ്യ ബാച്ചിലെ കുട്ടികളാണ് അവർക്ക് നാമനിർദ്ദേശ പത്രികയുടെ കൂടെ അടയ്ക്കാനുള്ള തുക നൽകിയിട്ടുള്ളത്. എന്ത് തോന്നുന്നു, ഇങ്ങനെ വിക്ടോറിയ കോളേജിൽ വീണ്ടും എത്തുന്നു, ഇവിടെ ആദ്യ ബാച്ചിലുള്ള കുട്ടികളാണ് നിങ്ങൾക്ക് തെരഞ്ഞെടുപ്പിന് അടയ്ക്കാനുള്ള തുക നൽകുന്നത്? ആദ്യം ഞാൻ പഠിപ്പിച്ച വിദ്യാർത്ഥികളുമായിട്ട് എനിക്ക് ഇന്നും ബന്ധമുണ്ട്. ഞാൻ ഒരു കുട്ടികളെ സ്നേഹിച്ച് അവരുടെ കാര്യങ്ങൾ നോക്കി അവർ നല്ല നിലയിലേക്ക് എത്തണമെന്ന് ആഗ്രഹിച്ച് അവരെ പഠിപ്പിച്ചിട്ടുള്ള ഒരു അധ്യാപികയാണ്. അപ്പോൾ അതുകൊണ്ട് എനിക്ക് തീർച്ചയായിട്ടും ആ കുട്ടികളിൽ നിന്ന് ഇത് വാങ്ങിച്ചതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. വാങ്ങിക്കാൻ പറ്റിയതിൽ എനിക്കുള്ള നോമിനേഷൻ സമർപ്പിക്കാനുള്ള തുക അവരെനിക്ക് തന്നതിൽ എനിക്ക് വളരെ അഭിമാനമുണ്ട്. ഞങ്ങൾ തമ്മിൽ ഇപ്പോഴും ഇന്നും ഇത്രയും വർഷങ്ങൾക്ക് ശേഷവും നല്ല ബന്ധമാണ് എനിക്ക് ആ കുട്ടികളുമായിട്ടുള്ളത്. അതിനുശേഷം ഈ ഏറെക്കുറെയുള്ള കുട്ടികൾ നിങ്ങൾ പഠിപ്പിച്ച കുട്ടികളൊക്കെ ആയിട്ട് ഇപ്പോഴും നല്ല ബന്ധം തന്നെയാണ്? ഉണ്ട്, മിക്ക കുട്ടികളുമായിട്ടുണ്ട്. എന്നെ ഒരുപാട് കുട്ടികൾ ഇപ്പോൾ വിളിച്ചു കഴിഞ്ഞു. അവരൊക്കെ എത്രയോ വർഷങ്ങൾക്ക് മുമ്പ് പോയവരാണ്. എന്റെ നമ്പരൊന്നും അവർക്കിപ്പോൾ അറിയില്ല. പക്ഷെ എങ്കിൽ പോലും പലയിടത്തുനിന്നും എന്റെ നമ്പരൊക്കെ കണ്ടുപിടിച്ച് എന്നെ വിളിക്കുകയും എനിക്ക് വാട്സാപ്പ് സന്ദേശം അയക്കുകയും ഒക്കെ ചെയ്യുന്നുണ്ട് പല കുട്ടികളും. ഈ തെരഞ്ഞെടുപ്പ് പ്രചാരണം തുടങ്ങി, എങ്ങനെയാണ് പൊതുവെ ആളുകളുടെ ഒരു പ്രതികരണം? എങ്ങനെയാണ്? നല്ല പ്രതികരണമാണ് കാണുന്നത്. ഞാൻ വിജയിക്കുമെന്നുള്ള പരിപൂർണ്ണ വിശ്വാസം എനിക്കിപ്പോൾ ഇതിനോടകം ഉണ്ടായി കഴിഞ്ഞിട്ടുണ്ട്. വിജയിക്കും, ഞാൻ തന്നെ ആയിരിക്കും. കഴിഞ്ഞ തവണ 87,000 വോട്ടാണ് കിട്ടിയത്. ഇത്തവണ എത്ര വോട്ട് കിട്ടും എന്നുള്ളതിനെ കുറിച്ച്? എത്ര വോട്ട് കിട്ടും ഞാൻ പറഞ്ഞല്ലോ, നല്ല ഭൂരിപക്ഷത്തോടു കൂടി ഞാൻ ജയിക്കും. പൊതുവെ ആ മണ്ഡലത്തിന്റെ ഒരു സ്വഭാവം വെച്ച് മണ്ഡലത്തിന്റെ സ്വഭാവം പണ്ടൊക്കെ അങ്ങനെ പലതും ഉണ്ടായിരുന്നിരിക്കും. അതൊന്നും നമ്മളിപ്പോ നോക്കേണ്ട ആവശ്യമില്ല. വലിയൊരു അട്ടിമറി പ്രതീക്ഷിക്കുന്നുണ്ട്. അട്ടിമറി അല്ലല്ലോ ഇത്. ജനങ്ങൾ മനസ്സിലാക്കി വോട്ട് ചെയ്യുകയാണ്. ജനങ്ങൾ കാര്യങ്ങൾ മനസ്സിലാക്കി. തട്ടിപ്പ് എന്തായിരുന്നെന്നും ആരാണ് അട്ടിമറി കാണിച്ചിരുന്നെന്നുള്ളത് ജനങ്ങൾ മനസ്സിലാക്കി. ആ മനസ്സിലാക്കിയതിന്റെ ഫലമായിട്ടുള്ള വ്യത്യാസമാണ് ഇപ്രാവശ്യം ഉണ്ടാകാൻ പോകുന്നത്.